യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. ഈ പുതിയ പ്രഭാതത്തിലും ദൈവത്തെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്നത്തെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 94 മുതൽ 96 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 96-ാം സങ്കീർത്തനം 2-ാം വാക്യം. യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. യഹോവ വാഴുന്നു എന്ന സന്ദേശം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു രാജകീയ സങ്കീർത്തനമാണിത്. ഈ സങ്കീർത്തനത്തിൽ സകല ജാതികളും സർവ്വചരാചരങ്ങളും ദൈവത്തെ സ്തുതിക്കണമെന്ന ആഹ്വാനവും നമുക്ക് കാണാം. പഴയ നിയമത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു മിഷണറി സങ്കീർത്തനമായി 96-ാം സങ്കീർത്തനത്തെ പരിഗണിക്കുന്നു. ഇതിൻ്റെ രചയിതാവ് ആരെന്നത് നമുക്ക് വ്യക്തമല്ല. എന്നാൽ ദൈവത്തെ എങ്ങനെ പാടി സ്തുതിക്കണം, എങ്ങനെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കണം, എങ്ങനെ അവൻ്റെ സന്നിധിയിൽ തിരുമുൽ കാഴ്ചകൾ അർപ്പിക്കണം, എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കണം എന്നുള്ളവയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാന സന്ദേശം. ഈ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവത്തിൻ്റെ രക്ഷയെ നാൾ തോറും പ്രസിദ്ധമാക്കുക. ഒരു പുതിയ പാട്ട് പാടുവിൻ എന്ന വാക്കുകൾ മിസ്രയീമിൽ നിന്നുള്ള വിടുതലിനു ശേഷം മോശയും മിരിയാമും, അതായത് മിരിയാമിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കളും ചേർന്നു പാടിയ പാട്ടിൻ്റെ ഓർമ്മ പുതുക്കുന്നത് ആയിരിക്കാം. പുതിയ പാട്ടിന് അതിൻ്റേതായ ഗുണമുണ്ട്. പാപക്ഷമ ലഭിച്ചവർ നന്ദി സൂചകമായി പാട്ടുപാടും. പ്രത്യേക അനുഗ്രഹങ്ങളോ വിജയങ്ങളോ ലഭിച്ചവർ പ്രത്യേകമായി ദൈവത്തെ പുകഴ്ത്തും. എന്നാൽ പുതിയ പാട്ടിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പ്രിയമുള്ളവരെ, സകല ഭൂവാസികളും ചേർന്ന് യഹോവയ്ക്ക് പാടുന്നത് എത്ര മനോഹരവും ഇമ്പകരവുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷയെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഇത്തരത്തിൽ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വലിയ രക്ഷയെ നാം ഇന്ന് അംഗീകരിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട്, വിശുദ്ധിയുടെ സൗന്ദര്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇവിടെ 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവിൻ എന്നാണ്. ജാതികളുടെ കുലങ്ങളോട് ദൈവത്തെ ആരാധിക്കുവാൻ യെരുശലേമിലേക്ക് വരുവാനുള്ള ക്ഷണമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ആരാധിക്കുവാനായി വരുമ്പോൾ തിരുമുൽ കാഴ്ചകളോടും വസ്ത്ര അലങ്കാരത്തോടും കൂടെ ആയിരിക്കണം വരുന്നത്. കാരണം രാജാവായ ദൈവത്തെ ആരാധിക്കേണ്ടത് രാജകീയ ഭാവത്തിനു ചേർന്ന വിധത്തിൽ ആയിരിക്കണം. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കുന്നതോടൊപ്പം തിരുമുൽ കാഴ്ചകളുമായി നാം നമ്മെ തന്നെ ദൈവത്തെ സമർപ്പിക്കുക. കൂടാതെ ഈ ആരാധനയിൽ ദൈവം നടത്തിയ വിധങ്ങൾക്കെല്ലാം പുതിയ പാട്ടാകുന്ന സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ നാവിൽ നിന്നും ഉയരട്ടെ. അതിനായി ത്രിയേക ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുമുൽ കാഴ്ചകളായി ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് വാഴ്ത്തണമേ. അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് പാട്ടോടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഓരോ ദിവസവും ഞങ്ങളെ ശക്തരാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.